ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഉടനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇമാമിങ്ങൾ കുറെ പറഞ്ഞില്ലേ? അതാ പ്രസവിക്കപ്പെട്ട ഉടനെ വലത്തെ ചെവിയിൽ അതാ ബാങ്ക് കൊടുക്കണം, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. എന്തിനാണ് ബാങ്കും ഇഖാമത്തും ചെവികളിൽ കൊടുക്കാൻ പറഞ്ഞത്? പ്രസവിക്കപ്പെട്ട ഉടനെ ഈ കുഞ്ഞിനെ തൊടാനും ശല്യം ചെയ്യാനും ഉമ്മു സുബിയാൻ എന്ന് പറയുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചിന്റെ ഷർറ് ഇല്ലാതിരിക്കാനാണ് അല്ലാഹുവിന്റെ പേരുള്ള ബാങ്ക് വലത്തെ ചെവിയിലും ഇടതേ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ പിശാചിയുടെ ഷർറുണ്ടാകൂല. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇനി അതേ കുട്ടിയുടെ വലത്തെ ചെവിയിൽ ഒരു സൂറത്തും കൂടി നിങ്ങൾ ഓതിക്കൊടുക്കണം കേട്ടോ. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ സൂറത്ത്. ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ ഉടനെ കുട്ടിയുടെ വലത്തെ ചെവിയിൽ നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിക്കൊടുക്കണം. ഇനി ഒന്നും കൂടി പണ്ഡിതന്മാർ പറഞ്ഞു, മക്കൾ വ്യഭിചാരികളാകാതിരിക്കണമെന്ന് ആഗ്രഹമുള്ള രക്ഷിതാക്കളുണ്ടോ? സുബ്ഹാനല്ലാഹ്. മക്കൾ വ്യഭിചാരികളാകാതിരിക്കണമെങ്കിൽ ഒരു വഴി പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടിയുടെ വലത്തെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും മാത്രം കൊടുത്താ പോരാ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതി കൊടുത്താ മാത്രം പോരാ. ഒരു സൂറത്തും കൂടി ഉണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ. ആ സൂറത്തിന്റെ പേരല്ലേ സൂറത്തുൽ ഖദ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്ത് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ വലത്തെ ചെവിയിൽ ഓതി കൊടുത്താൽ ആ കുട്ടി ജീവിതകാലത്ത് വ്യഭിചാരിയാകൂല കേട്ടോ. മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് പഠിപ്പിക്കുകയാ.